അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സാക്ഷിമൊഴി രേഖപ്പെടുത്താനായി നടൻ ജയറാമിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജയറാം പറയുന്ന സമയം, പറയുന്ന സ്ഥലം കൃത്യമായി തന്നെ അന്വേഷണ സംഘം അവിടെ എത്തി മൊഴിയെടുക്കും. അതെ, ജയറാം ഒരു സെലിബ്രിറ്റി ആണല്ലോ. അദ്ദേഹത്തിന് ഈ മോഷണങ്ങളുമായിട്ടും ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിനുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളികളോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികളോ ഏതെങ്കിലും കൊണ്ടുപോയി പൂജയ്ക്ക് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു എവിഡൻസ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ളത്. അപ്പോൾ അദ്ദേഹം വരുന്നത് SITക്ക് വേറൊരു വഴിയിലേക്ക് തിരിയാനുള്ള ഒരു കാരണമാകും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സ്വർണം മോഷ്ടിച്ചു എന്നാണ് അധികവും പറയുന്നത്. പക്ഷേ സ്വർണം മോഷ്ടിച്ചാൽ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഈ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും ഒക്കെ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലിരുന്ന ഉപകരണങ്ങൾ, സാധനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരും വളരെ ഭവ്യതയോടെ, ഭക്തിയോടെ, ആദരവോടെ കാണുകയാണ്. അതൊരു വീട്ടിൽ പ്രവേശിക്കുന്നത് തന്നെ ഒരു വലിയ ഐശ്വര്യമായി കാണുന്ന ഒത്തിരി പേരുണ്ട്. അതൊരു സ്ഥാപനത്തിൽ പ്രവേശിച്ചാൽ അവിടെ വലിയ ഐശ്വര്യം വരുമെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി മലയാളികൾ, തമിഴർ, തെലുങ്കർ, കന്നഡക്കാർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കട്ടിളപ്പാളികൾ അടക്കം ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക പാളികളൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ എത്ര ലക്ഷങ്ങൾ, കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ദിശയിലേക്ക് കൂടി തിരിയുന്നതിന് SITക്ക് ജയറാമും പണം നൽകിയിട്ടുണ്ടല്ലോ. ജയറാം പണം നടക്കിയപ്പം അതിൽ നിന്ന് ഇതുപോലെ എത്രയോ സംഭവിച്ചിരിക്കാം എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ജയറാമിൻ്റെ വീട്ടിൽ എത്ര ദിവസം ഇരുന്നു, അപ്പോൾ ഇത് കട്ടിളപ്പാളി തിരിച്ചെത്താൻ വന്ന കാലതാമസം, അപ്പോൾ ഓരോ ദിവസവും ഏതൊക്കെ വീട്ടിലാണ് എന്നതിലേക്ക് കൂടെ വഴിതെളിക്കാനും അതിലേക്ക് അതുവഴി ഈ സംഘത്തിന് വന്ന പണം എത്രയാണെന്നറിയാനും ഒക്കെ പുതിയ ഒരു വാതിൽ തുറക്കുന്ന ഒരു സാക്ഷി കൂടിയായിട്ട് മാറുകയാണ് ജയറാം. അതുകൊണ്ടാണ് ജയറാമിനെ അദ്ദേഹം പറയുന്ന സമയത്തിന് അവിടെ പോയി കണ്ട് മൊഴിയെടുക്കാമെന്ന് SIT പറയാൻ കാരണം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ഇത്രയും സമൂഹത്തിലെ ഇത്രയും പേരെ തൻ്റെ വലയിലാക്കിയത്? ദേവസ്വം ബോർഡ് മന്ത്രിയുമായി ചെവിയിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ജയറാമിൻ്റെ വീട്ടിനുള്ളിൽ പൂജ നടത്താനുള്ള സ്വാതന്ത്ര്യം, തന്ത്രിയെ അങ്ങ് ബെല്ലാരിയിൽ എത്തിച്ച് പൂജ നടത്താനുള്ള സ്വാതന്ത്ര്യം, പത്മകുമാറുമായി തട്ടിപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മികവ് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഇപ്പോൾ ജയറാമിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ അയ്യപ്പൻ്റെ അടുത്ത ആളാണ്, മേൽശാന്തി കഴിഞ്ഞാൽ കീഴ്ശാന്തി എന്നുള്ളതാണ്. ജനത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. അപ്പോൾ അവിടുത്തെ തന്ത്രിയാണെന്ന് അവരെ പറഞ്ഞോളയും. അപ്പം ആ ഒരു ബന്ധം, അയ്യപ്പനുമായി നേരിട്ട് ബന്ധം, അയ്യപ്പൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള അവസരം ഞാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പം ആ വിധത്തിലൊരു ബന്ധം അത് വലിയ തോതിൽ നിൽക്കുന്നു. പിന്നെ ഈ ദേവസ്വം ബോർഡിലെ പത്മകുമാർ അടക്കം, വാസു അടക്കമുള്ളവർക്ക് ധനാഗമന മാർഗത്തിന് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരം കാണില്ല. ഇതെങ്ങനെ കൊണ്ടുപോയി മുതലാക്കാമെന്ന്. ഈ മുതലാക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാവുന്ന വേറൊരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ ചുമ്മാതിരുന്നാൽ പറ്റില്ല, വെറുതെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഓണററിയൊക്കെ വാങ്ങിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാൻ, നമുക്കിങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്, ഇത് നമുക്കത് മുതലാക്കാം എന്ന് പറഞ്ഞ് ഇതിപ്പോൾ പണ്ടേ ഇത് ഇദ്ദേഹം തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത്. എനിക്ക് മുമ്പും ഈ പരിപാടികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെച്ച് നടത്തിയിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു കാണും. ഞാൻ ഇത് പണ്ട് ഇത് എല്ലാ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ ആയിട്ടൊക്കെ ഇതൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് സാറ് ധൈര്യമായിട്ട് പോരെ, നമുക്കിത് അടുത്ത 2 വർഷത്തേക്ക് ഈ കച്ചവടമൊക്കെ നല്ലപോലെ നടത്താം എന്ന് പറഞ്ഞപ്പം അവരും വീണു. കാശിൽ കമന്ന് വീഴാത്തവരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകത. അല്ല, അപ്പോൾ പ്രശാന്ത് ഈ വലയിൽ വീണിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ രണ്ടാമത് ഇതൊക്കെ മൂടി വെക്കാനായിട്ടുള്ള ആസൂത്രണം നടത്തിയത്. ആ മൂടി വെക്കാൻ നടത്തിയ ആസൂത്രണമാണ് കുഴപ്പമായത്. ഇത് എങ്ങനെയെങ്കിലും പുറത്തോട്ട് വരണമല്ലോ. അയ്യപ്പൻ അപ്പോഴാണ് ഒരു പഴുത് കണ്ടത്. എന്നാൽ ഇതാ എല്ലാം കൂടെ പുറത്തേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇടാനുള്ള പഴുത് അപ്പോഴാണ് കിട്ടിയത്. അടുത്ത അകത്താവാനുള്ള സാധ്യത പ്രശാന്താണ്. പ്രശാന്ത് തീർച്ചയായിട്ടും. കാരണം പ്രശാന്തിന്റെ പീരീഡിലും ഇതേപോലുള്ള പ്രവർത്തികൾ നടന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഗൂഢാലോചനയും ഈ തട്ടിപ്പിനെയും മറയാക്കാനായിട്ട് പുതിയ ഒരു തന്ത്രവുമായി പ്രശാന്തിന്റെ കമ്മിറ്റി വന്നു എന്നുള്ളതും കൂടെ SITക്ക്. അപ്പം ആ സംശയത്തിന്റെ പുറത്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ ജയറാം അടക്കമുള്ള സെലിബ്രിറ്റികളിലേക്കും
പല VIP-കളിലേക്കും ഇനി ഇത് പോകും. അല്ല, സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ജയറാം മാത്രമല്ല വ്യവസായികളുണ്ട്. അത്തരത്തിൽ ആരെല്ലാം ഇത് വാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പറയുമല്ലോ ജയറാമിനോട്, ഇത് അങ്ങയുടെ വീട്ടിൽ ഇന്ന് കൊണ്ട് വെക്കുന്നേ ഉള്ളൂ, നാളെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് എടുത്തോണ്ട് പോകണം, അത് വേറൊരിടത്തേക്കാണ്. ഇത് അവിടെ വീടുകൾ എത്തിച്ചു പൂജിച്ചു. ഇത് വിൽപ്പന നടത്താനുള്ള സാധ്യത കൂടുതൽ. അത് അവസാനം അതിനേക്കും കൂടെ എത്തിക്കാനാണ് ഈ മാറ്റം വരുന്നത്. അതായത് വെറും സ്വർണം കൊണ്ട് മാത്രം ഇത്ര വലിയ ഇപ്പം ഒരു ആർഭാടത്തിനോ സൗകര്യത്തിനോ പണസമ്പാദനത്തിനോ ഉള്ള സാധ്യതയില്ല എന്ന് SITക്ക് പിടികിട്ടിയിട്ടുണ്ട്. കാരണം SIT പത്മകുമാറിൻ്റെ ഭവനത്തിൽ നടത്തിയ റെയ്ഡിൽ തന്നെ നിരവധി രേഖകൾ കിട്ടിയിരിക്കുകയാണ്. ആസ്തി മാത്രമല്ല, അക്കൗണ്ട് മാത്രമല്ല, പലവിധ ട്രാൻസാക്ഷൻ്റെയും രേഖകൾ അവർക്ക് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ വന്നു? അത്രയധികം ധനസമ്പാദനത്തിനുള്ള മാർഗം എന്ത്? അപ്പം അതിലേക്ക് പോകും. സ്വർണത്തിൻ്റെ വിൽപ്പന മാത്രമല്ല, അതിനേക്കാൾ മികച്ച, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടന്നിരിക്കാം. ഒരുപക്ഷെ ഒറിജിനൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ദ്വാരപാലകരൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നത്. ഇപ്പോൾ കട്ടളപ്പടിയും ദ്വാരപാലകരൊക്കെ ഒറിജിനൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒന്നല്ല, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇരിക്കുകയാണ്. സ്റ്റോർ റൂമിലൊരു സെറ്റ് ഇരിക്കുന്നു, കൊണ്ട് പതിച്ച ഒരു സെറ്റ് ഇരിക്കുന്നു, വിറ്റ് പോയത് വേറൊരു സെറ്റ് ഇരിക്കുന്നു. അപ്പോൾ ഇത് ഏതാണ് ഒറിജിനൽ? വിറ്റ് പോയത് ഒറിജിനൽ ആയിരിക്കാം, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം എന്നൊക്കെയാണ്. ഇനി അത് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ, ഇത് കോടതിക്ക് മുമ്പാകെ തെളിയിക്കണമല്ലോ. അതിനാണ് ജയറാമിൽ നിന്ന് തുടങ്ങി ഓരോരോ വ്യക്തികളായിട്ട് ഈ സെലിബ്രിറ്റികൾ, കാശ് ഇഷ്ടം പോലെ മുടക്കിയവർ ഒക്കെ ഇതിലേക്ക് വരികയും അവസാനം ഇത് ഹൈദരാബാദിലോ എവിടെയാണെന്ന് വെച്ചാൽ ആ സംഘം ഇതിൻ്റെ സാധനങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നതടക്കമുള്ളത് തെളിയിക്കേണ്ടതായിട്ട് വരും. ഈ അന്വേഷണ സംഘം ഇപ്പോൾ കൃത്യമായ വഴിയിലാണോ? തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിൻ്റെ വഴി കൃത്യമാണ്. പിന്നെ വഴിയിൽ തടയിടാൻ പലരും ശ്രമിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഇലക്ഷൻ കഴിയുന്നവരെ സ്ലോ ചെയ്യാനോ ഒക്കെ സാധ്യത, അതിനുവേണ്ടി പ്രഷറൈസ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവാം. കാരണം ഇപ്പം തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ ഒരു പാർട്ടിയുടെ ഓഫീസിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അത് സ്വാഭാവികമായി തടയുമല്ലോ. പാർട്ടിയുടെ ഓഫീസിലേക്ക് മാത്രമല്ല, ചിലപ്പോൾ അത് മുൻ മന്ത്രിമാരിലേക്കൊക്കെ പോവാം. ആ ഒരു സാധ്യതയും കിടക്കുന്നു. ഇപ്പോഴത്തെ മന്ത്രിയിലേക്ക് പോയിക്കൂടായില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് സർക്കാരിലെ കാര്യങ്ങൾ ഇവർ പലരും പറയുന്ന പോലല്ല. ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ താഴേന്ന് എഴുതി വന്ന കാര്യത്തിൽ ഞാനൊരു ഒപ്പിടുകയാണ് ചെയ്തത്, അതൊന്നും ഒരു രേഖയല്ല. അത് താഴേന്ന് എഴുതിയ ആളിൻ്റെ അടുത്ത ആൾ ഒപ്പിടുമ്പോൾ അയാൾ അംഗീകരിച്ചു. അതിൻ്റെ മുകളിലത്തെ ആൾ വീണ്ടും ഒപ്പിടുമ്പോൾ ഞാനും ഇത് അംഗീകരിച്ചു. ഫൈനലി ഒരാൾ ഒപ്പിടുമ്പോൾ അയാളും ഇത് അംഗീകരിച്ചു. അവസാനം ഇത് ഉത്തരവാകുമ്പോൾ ഞാനും ഇത് അംഗീകരിച്ചു. ആ ഉത്തരവാകുന്നത് ബോർഡാണെങ്കിൽ ബോർഡ് മൊത്തത്തിൽ ഇത് അംഗീകരിച്ചു എന്ന് തന്നെയാണ് വരുന്നത്. ഇത് സർക്കാർ നടപടികളെ കുറിച്ചുള്ള ധാരണയോ വിവരമോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, താഴെ നിന്നൊരുത്തനെ എഴുതിക്കൊണ്ട് വന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു ഉണ്ണികൃഷ്ണൻ ഇത് എടുത്തുകൊണ്ട് പോയി, അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാലും ബോർഡിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ബോർഡിലെ വ്യക്തികളാണ്, അതിലെ മെമ്പർമാരാണ്, അതിൻ്റെ പ്രസിഡന്റാണ്, ഇവരൊക്കെയാണ് ഇതിൻ്റെ കാവൽക്കാർ. എന്തിനാ പിന്നെ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? പിന്നെ എന്തിനാ ഒരു മന്ത്രി, ദേവസ്വം മന്ത്രി? ഞാനിവിടെ ഇരുന്നിങ്ങനെ ടാറ്റ ബൈ ബൈ പറയാനാണെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. മന്ത്രിയെ വെച്ചിരിക്കുന്നത് തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സൂപ്പർവൈസറായിട്ടാണ്. അപ്പം ദേവസ്വം ബോർഡ് കാണിക്കുന്ന അനാസ്ഥയ്ക്ക് പോലും ഒന്നും അറിയില്ല. ഇപ്പോൾ ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതാണ് സർക്കാരിൻ്റെ ഈ ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി ചെല്ലുമ്പോൾ ചോദിക്കും, എങ്കിൽ പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് മന്ത്രി? ദേവസ്വം ബോർഡ് മന്ത്രി എന്താ അലങ്കാരത്തിന് വെച്ചിരിക്കുന്ന? അയ്യപ്പനെ അവിടെ ഇങ്ങനെ കാണാൻ ഒരു പ്രതിമ വെച്ചിരിക്കുന്ന പോലെ ഒരു പ്രതിമയായിട്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ദേവസ്വം ബോർഡ് മന്ത്രിയെ വെച്ചിരിക്കുന്നത്? ദേവസ്വം ബോർഡ് മന്ത്രിക്ക് വ്യക്തമായ പിന്നെ എന്താ ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് സൂപ്പർവൈസ് ചെയ്യേണ്ട ആളാണ്. ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനവും സുഗമമായി പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആളും ആ മന്ത്രിയാണ്. ആ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അതങ്ങനെ ഒഴിവാൻ പറ്റില്ല. ഞാൻ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഉത്തരവാദിത്വം ഇല്ല. കാരണം ഈ ഗൂഢാലോചനയിൽ വരുന്ന ഒരു കാര്യത്തിനും ഒപ്പും വേണ്ട, തെളിവും വേണ്ട, സാഹചര്യ തെളിവുകൾ മാത്രം മതി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത അപേക്ഷ അദ്ദേഹം പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡിന് കൊടുക്കുന്നതും ഒക്കെ ധാരാളമായ തെളിവുകളാണ് ഈ ഗൂഢാലോചനയ്ക്ക്. കാരണം ഗൂഢാലോചന എന്ന് പറയുന്നത്
നമ്മൾ പരസ്യമായിട്ട് ചെയ്യുന്ന ഒന്നല്ല. ഇപ്പോൾ ഒരാളെ കുത്തിക്കൊല്ലുന്നത്, റോഡിലിട്ട് കുത്തിക്കൊല്ലുന്നത് പരസ്യമായിട്ട് ചെയ്യുന്നത്, അതിന് ചിലപ്പോൾ തെളിവുകൾ കൂടുതൽ വേണ്ടി വന്നിരിക്കും. പക്ഷേ ഈ കുത്തിക്കൊല്ലലിന് കാരണമാക്കുന്ന ഗൂഢാലോചന വേറെ ഒരു രാജ്യത്തിരുന്ന് ഒരുത്തൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ തെളിവുകളൊന്നും വേണ്ട, ചെറിയ തെളിവ് മതി. ഒരു ഫോൺ കോൾ, ഇതിന് അരമണിക്കൂർ മുമ്പുള്ള ഒരു വിളി, അല്ലെങ്കിൽ അതിന് ആധാരമായ ഒരു രേഖ ഇയാളുടെ പോക്കറ്റിൽ ഉണ്ടാവുക, ഇതൊക്കെ ധാരാളം മതി. അങ്ങനെയാണ് സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണ് ഗൂഢാലോചന തെളിയിക്കുന്നത്. അപ്പം ഗൂഢാലോചന തെളിയിക്കാൻ നമുക്ക് ഒരുപാട് കയ്യൊപ്പുകളും പിന്നെ അതിൽ എഴുതി വ്യക്തമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജയറാമിൽ തുടങ്ങി ഇത് അവസാനം ഇത് വിറ്റുപോയവനിലേക്ക് വരെ എത്തുകയും റിവേഴ്സ് വന്ന് ദേവസ്വം ബോർഡിലേക്കും ബോർഡിലെ മെമ്പർമാരിലേക്കും പ്രസിഡന്റിലേക്കും പിന്നെ മന്ത്രിയിലേക്കും വരെ പോകാവുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.